ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. ഒരു വയസ്സുള്ള കുഞ്ഞിനെ ചൊല്ലിയുള്ള തർക്കം ഒടുവിൽ ഒരു കൊടും കൊലപാതകത്തിൽ അവസാനിപ്പിച്ച ഒരു സംഭവത്തിൻ്റെ പിന്നാമ്പറങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത്. സംഭവം നടന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന ഗ്രാമത്തിലാണ്. സംഭവത്തിലെ കേന്ദ്ര കഥാപാത്രമായ കുഞ്ഞിന് ഒരു വയസ്സായപ്പോഴാണ് സംഭവ പരമ്പരകൾ ഓരോന്നും ആ വീട്ടിൽ അരങ്ങേറിയത്. ആദ്യം കുട്ടിയുടെ അമ്മ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മാവന്മാരായ 2 ചെറുപ്പക്കാരെ ഒരു സംഘം ആളുകൾ മർദ്ദിക്കുകയും അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനെല്ലാം കാരണക്കാരനായത് കുട്ടിക്ക് ജന്മം നൽകിയ പിതാവാണെന്നറിഞ്ഞ നിമിഷം ആ നാട് മുഴുവൻ ഞെട്ടിപ്പോയി. ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ച സംഭവ പരമ്പരകൾക്ക് പിന്നാലെയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത്. ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി. ഇന്ദിരാമ്മ പിന്നെ ഉറങ്ങിയിട്ടേയില്ല. ഉറക്കം കണ്ണിൽ വന്ന് തൂങ്ങിയാലും ഉറങ്ങാൻ കഴിയുന്നില്ല. എങ്ങനെ ഉറങ്ങാൻ പറ്റും? മുന്നിൽ കണ്ട കാഴ്ച മറക്കാൻ കഴിയുന്നതായിരുന്നു. ഒരു പെറ്റമ്മയ്ക്കും അത് താങ്ങാൻ കഴിയില്ല. ഇന്ദിരാമ്മ നെടുവീർപ്പിട്ടു. കണ്ണടച്ചാൽ ആ ഭീകരമായ കാഴ്ചയാണ് മുന്നിൽ തെളിയുന്നത്. ലോകത്തൊരമ്മയും സഹിക്കില്ല. ആ രാത്രി അവരുടെ മനസ്സിലേക്ക് ഒരു മിന്നൽ പിണർ പോലെ തെളിഞ്ഞു വന്നു. കതവില് കാലിട്ട് ഇടിച്ച് തള്ളി തുറന്ന് അവിടെ കയറി വന്ന് വരണം പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. നമ്മൾ തുറന്നില്ല, അവയത്തിൽ തന്നെ വന്ന് തള്ളി തുറന്നത്. കാലുകൊണ്ട് തള്ളി തുറന്ന് അകത്ത് കയറിയിട്ട് ആ നടയിൽ ഇന്നും കൊണ്ട് പറഞ്ഞു വരണം പറഞ്ഞിട്ടാണ് വന്നേ എന്ന് പറഞ്ഞു. അപ്പം ഒരു മരണം അന്വേഷിച്ചാണ് വന്നതെന്ന് പറഞ്ഞു ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു മരണം നടന്നത് നമ്മളെ വീട്ടിൽ, അതും എൻ്റെ മോളില്ലേ മരിച്ചേ, പിന്നെ എങ്ങനെ എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയുന്നു വരണം പറഞ്ഞിട്ടാണ് വന്നേ എന്ന് പറയുന്നു. അങ്ങോട്ട് ആ പിള്ള ഉറങ്ങിക്കിടന്നതിന് അവനെ അടിച്ചു. എന്നിട്ട് അടിയോടെ അങ്ങ് ജയിച്ചിട്ട് തലയിൽ 2 കൈയും ഇങ്ങനെ എടുത്തെടുത്തി. എന്നിട്ട് ഈ അടി കൊണ്ടിടാൻ അവിടെ വീഴുന്നില്ല, അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കമന്നിരുന്നും കൊണ്ട് അമർത്തി ഒരു വിളിയാട്ടപ്പോഴത്തേക്ക് നാക്കൊന്നും എടുത്തുവിടുന്നു ഇങ്ങനെ നാക്കി. പിന്നെ ഞാൻ പറഞ്ഞു മക്കൾ എന്തിനോ കളയെന്ന് പറഞ്ഞുകൊണ്ട് നൂത്ത് കിടത്തിയിട്ട് അടുക്കളയിൽ ചെന്ന് കുറേ വെള്ളം എടുത്തുകൊണ്ടൊന്ന് തളിച്ച് കോരിക്കൊടുത്തു. പിന്നെ പിള്ളേ അങ്ങ് കിടന്നു. വർണ്ണൻ വീട്ടിലേക്ക് കയറി വന്നത് പെട്ടെന്നായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞു കാണും. ഇത് പതിവുള്ളതല്ല. പിന്നെ എന്താ ഈ നേരത്ത് ഒരു വരവ്? ഇന്ദിരാമ്മ പലതും ചിന്തിച്ചു കൂട്ടി. ഇന്ദിരാമ്മയുടെ മകളുടെ ഭർത്താവാണ് വർണ്ണൻ. അയാൾ അങ്ങനെ വീട്ടിലൊന്നും വരുന്ന പതിവില്ല. വല്ലപ്പോഴും എങ്ങാനും വന്നാലും മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലുമായിരിക്കും. ഇന്ദിരാമ്മയുടെ ആൺമക്കളായ ഉണ്ണിയോടും അരുണിനോടും ഒന്നും മിണ്ടാറ് പോലുമില്ല. അളിയന്മാരും ആ രീതി തന്നെ തുടർന്നു പോന്നു. ആകെ അയാളോട് മിണ്ടുന്നത് ഇന്ദിരാമ്മ മാത്രമാണ്. മകൾ മരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് മരുമകൻ ഈ രാത്രിയിൽ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവന് എന്തെങ്കിലും ദുരുദ്ദേശം കാണും, ഇന്ദിരാമ്മ ഉറപ്പിച്ചു. കൊച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞ് കൊച്ചിനെ ആ കട്ടിലെടുത്ത് അവിടെ ഇട്ടിട്ട് അവിടെ ഒരു തുണിയിരുന്നു, അവൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ആ തുണി എടുത്തും കൊണ്ട് ഇങ്ങനെ മുറ്റത്തിറങ്ങാൻ. അപ്പോഴേ എൻ്റെ മോൻ പറഞ്ഞു പിള്ളയെ കൊണ്ടുപോണ്ട, നീ അനിയൻ ചെന്ന് കിടന്ന് ഉറങ്ങ്, അപ്പം നാളെ രാവിലെ എടുക്കാം എന്ന് പറഞ്ഞു. രാത്രി 11 മണി കഴിഞ്ഞു കാണും. ഇന്ദിരാമ്മയുടെ വീട്ടിൽ നിന്നും ഉച്ചത്തിലുള്ള വഴക്ക് അയൽവാസികൾ കേട്ടു.
ആ മരുമകൻ ചെറുക്കൻ വന്നു കാണും. അതായിരിക്കും അവിടെ വഴക്ക്. അവൻ വന്നാ പിന്നെ ഇതാണല്ലോ പതിവ്. കുറച്ചു കഴിഞ്ഞ് അടങ്ങിക്കോളും. തൊട്ടയൽവാസികൾ സമാധാനം കണ്ടെത്തും. ബഹളം കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1:30 മണിയാകുമ്പോൾ മുകളിൽ സ്വാഭാവികമായിട്ടൊരു വിളി കേട്ടു. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ത്രീകളാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ ചാടി കഥ തുറന്നു. പുറത്തിറങ്ങുന്നപ്പോൾ അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ നീ അങ്ങോട്ട് പോകണ്ട. അവിടെ നേരത്തെ ഒരു 10:30-11 മണിയായപ്പോൾ തള്ളവിളിയും ചീത്തവിളിയും ബഹളമൊക്കെ കേൾക്കണുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചകത്ത് കയറി കഥ അടച്ചു. കഥ അടച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് കുറച്ച് ആൾക്കാർ ഈ വഴി താഴോട്ട് നടന്നു പോവുകയും ഈ ട്യൂബ് അടിച്ച് പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടു. ഒറ്റശേഖരമംഗലം ഗ്രാമം ഉറക്കത്തിലേക്ക് ആണ്ടുകഴിഞ്ഞു. പകലത്തെ ചൂടിൽ തളർന്നുപോയ ഗ്രാമവാസികൾ രാത്രിയിലെ തണുപ്പിന്റെ ശീതളമയിൽ സുഖം കണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോഴേക്കും പാതിരാത്രി 1 മണി കഴിഞ്ഞു കാണും. ഒരു നിലവിളി ശബ്ദം കേട്ടാണ് അയൽവാസികൾ ഉണർന്നത്. ഒരു സ്ത്രീയുടെ ശബ്ദമാണ് കേട്ടത്. അത് ഇന്ദിരാമ്മയുടെ വീട്ടിൽ നിന്നുമാണ് കേട്ടത്. കുറ്റാക്കുറ്റി ഇരുട്ടിനെ പോലും വകവയ്ക്കാതെ ആളുകൾ ഇന്ദിരാമ്മയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. ആ വീട്ടിൽ അവർ കണ്ട കാഴ്ച സപ്തനാഡീഞരമ്പുകളും മരവിപ്പിക്കുന്നതായിരുന്നു. ഒരുത്തൻ കട്ടിൽ തലയിൽ ബ്ലഡ് ഒലിച്ചിരിക്കണം. ഒരാൾ ആ മൂലയിൽ കിടക്കണുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നിട്ട് ആദ്യം പറഞ്ഞത് ഈ വീട്ടിലെ മാവനായിരുന്നു. ഈ മാവനും പിന്നെ മുകളിലത്തെ അനിയൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. അയാളാണ്. പിന്നെ താഴെ ബിനു എന്ന് പറഞ്ഞൊരു പേരുണ്ടായിരുന്നു. അവനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേരാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നു. പിന്നെ രാജേഷേട്ടൻ വന്നു. അങ്ങനെ പോലീസ് വന്നിട്ടാണ് പിന്നെ നോക്കിയിട്ട് വണ്ടി കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി. അരുണിനെ തലയ്ക്കടിച്ചു കൊന്നു. സഹോദരൻ ഉണ്ണിയെ വെട്ടി വീഴ്ത്തി. അമ്മ ഇന്ദിരയെ തൊഴിച്ചു വീഴ്ത്തി. ആകെ ചോരക്കളമായിരിക്കുന്നു ആ വീട്ടിൽ. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരെത്തും പിടിയുമില്ല. നാട്ടുകാർ പരസ്പരം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആരോ ഒരു ഉത്തരം പറഞ്ഞു. വർണ്ണനാണ് ഇത് ചെയ്തത്. ഇന്ദിരാമ്മയുടെ ഏക മരുമകൻ. അരുണിന്റെയും ഉണ്ണിയുടെയും ഒരേ ഒരു അളിയൻ. വർണ്ണൻ ഏർപ്പെടുത്തിയ ഗുണ്ടാസംഘമാണ് ഈ കൊടും ക്രൂരത ചെയ്തത്. ആ നാടും നഗരവും വിറങ്ങലിച്ചുപോയി ആ പാതിരാത്രിയിൽ. അയാളെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ലല്ലോ. ഇവിടെ വന്ന് കല്യാണം കഴിച്ചു എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. കാരണം ഇയാൾക്ക് ഇയാളെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കറിയില്ലായിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഇയാൾക്ക് വലിയ ഈ ഗുണ്ട ടീമുകളുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. ഈ വീട് ഒരു കൊലക്കളമാക്കിയതിന് പിന്നിൽ ഒരു കാരണക്കാരനുണ്ട്. ആ കാരണക്കാരൻ ഇതായിരുന്നു. 1 വയസ്സു മാത്രം പ്രായമുള്ള കണ്ണൻ. ഈ കുഞ്ഞായിരുന്നു എല്ലാത്തിൻ്റെയും ഉത്തരവാദി. വർണ്ണന്റെയും ശ്രീകലയുടെയും ഏക മകൻ കണ്ണൻ. ശ്രീകലയുടെ 2ാം വിവാഹത്തിലെ ഭർത്താവായിരുന്നു വർണ്ണൻ എന്ന ചെറുപ്പക്കാരൻ. ക്യാൻസർ ബാധിതയായ യുവതിയെ മനഃപൂർവ്വം വർണ്ണന്റെ തലയിൽ വെച്ചു കൊടുത്തതാണെന്നാണ് അയാളുടെ വീട്ടുകാരുടെ ആരോപണം. പക്ഷേ അത് കൊണ്ടുചെന്നെത്തിച്ചത് കൊടിയ ദുരന്തത്തിലേക്കായിരുന്നു. കാണാം തുടർന്നുള്ള വിശേഷങ്ങൾ. ശ്രീകലയുടെ 2ാം വിവാഹമായിരുന്നു. ആദ്യ ഭർത്താവ് അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടു. ഇന്ദിരയും മകൾ ശ്രീകലയും സഹോദരന്മാരും എല്ലാം ഈ വീട്ടിലായിരുന്നു താമസം. സഹോദരന്മാരായ ഉണ്ണിയുടെയും അരുണിന്റെയും വരുമാനമായിരുന്നു ശ്രീകലയുടെ ആശ്വാസം. ആദ്യ ഭർത്താവ് മരിച്ച് 1 വർഷം കഴിഞ്ഞാണ് ആനപ്പാറയിൽ നിന്നും വർണ്ണന്റെ ആലോചന വന്നത്. ദരിദ്ര കുടുംബത്തിന് പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ശ്രീകലയെ വർണ്ണന് കെട്ടിച്ചുകൊടുത്തു.
ഈ കാലായി ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത്. ആദ്യതല്ല രണ്ടാമത്തെ. ആദ്യത്തെ കല്യാണം എന്തോ സംഭവിച്ചത്? ആദ്യത്തെ കല്യാണം അവന് ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് വീട്ടുകാർ മറച്ചു വെച്ച് നടത്തിയാണ്, നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ അവന് 1 വർഷം ആയപ്പോഴത്തേക്ക് അവൻ മരിച്ചു പോയി. അതിൽ പിള്ളേരൊന്നുമില്ല. ഇല്ല. അപ്പോൾ അവൻ്റെ സാമ്പത്തികം എല്ലാം ആ കുടുംബത്തിൽ നിന്ന് കൊടുത്തു. അവർ നല്ല വീട്ടുകാരായതുകൊണ്ട് ഈ പെണ്ണിനെ കൊടുത്തു, എല്ലാം കൊടുത്തു. അവൻ്റെ ഷെയർ കംപ്ലീറ്റ് വിറ്റ് ഇതിനെ ഏൽപ്പിച്ചു. അങ്ങനെ 3,87,000 രൂപ ബാങ്കിലുണ്ടായിരുന്നു. പെണ്ണും പിന്നെ ഇവിടെ ഒരു കൂട്ടുകാരൻ്റെ ഇതിലും ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കിട്ട് അവരെടുത്ത് തീർക്കും. അങ്ങനെ എടുത്താണ് ഈ ആലോചന രണ്ടാമത് വന്നത്. 1 വർഷം വന്നു. അപ്പോൾ ഈ മരിച്ചുപോയ പയ്യൻ നല്ലപോലെ പറഞ്ഞു, ഇപ്പോൾ വേണ്ട വെച്ചാൽ നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞു നോക്കാം, എന്നിട്ട് ഞാൻ വന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മോനാണ് മരിച്ച പയ്യൻ, ഇത് എൻ്റെ മോളാണ്. ഇല്ല, അറിയില്ലായിരുന്നു. അതിന് വന്നപ്പോൾ പറഞ്ഞ് ഈ മറ്റോ മരിച്ചിട്ട് 1 വർഷം ആയില്ലല്ലോ, സാധാരണ ഹിന്ദുക്കളുടെ ആചാരപ്രകാരം 1 വർഷം കഴിയാതെ പിന്നെ അവിടെ ഒരു നടക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും അവർക്ക് താല്പര്യമില്ല, നല്ല ബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, നിങ്ങളെ പാടായി. വർണ്ണൻ ഒരു വാടക ഗുണ്ടയാണെന്ന് അറിഞ്ഞത് ഈ വീടിന്റെ കനത്ത ആഘാതമായിരുന്നു. ഒരുപാട് കേസുകളിലെ പ്രതിയായിരുന്നു അയാൾ. പക്ഷേ ഈ രഹസ്യം അയാൾ മനഃപൂർവ്വം ശ്രീകലയിൽ നിന്നും മറച്ചുവെച്ചു. പിന്നെ വർണ്ണൻ എന്ന ക്രിമിനലിന്റെ തേരോട്ടമായിരുന്നു ഈ വീട്ടിൽ നടന്നത്. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു വിഷയം ജനകീയമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട രീതിക്ക് ഉണ്ടായിരുന്നില്ല. അസുഖമായപ്പോൾ ഇയാൾ ഉപേക്ഷിച്ചു എന്നതുപോലെയാണ്. അപ്പോൾ പിന്നെ പുള്ളി ഇങ്ങോട്ട് വരില്ല, അപൂർവം വരും. പിന്നെ ഇവർ ആ രീതിയിൽ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആർജവും ഈ വീട്ടിലുള്ള ആർക്കും ഇല്ല. എല്ലാം പാവങ്ങളാണ്, തീരെ പാവങ്ങളാണ്. ഒരറിവില്ലായ്മ ഉള്ള കുടുംബമാണ്. ആ അമ്മയ്ക്ക് തന്നെ എന്തിനാണ് ഏതാണ് എന്ന് ഉള്ള ഒരു കാര്യശേഷിയില്ലാത്ത കുടുംബം. ശ്രീകലയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ നിമിഷം ഇന്ദിരയും മക്കളും തകർന്നുപോയി. ക്യാൻസർ കണ്ടുപിടിക്കാൻ വളരെ വൈകിപ്പോയി. രോഗം അന്തിമ ഘട്ടത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ശ്രീകല ജന്മം നൽകിയ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞിരുന്നു. അധികം വൈകാതെ ശ്രീകല മരണത്തിന് കീഴടങ്ങി. വർണ്ണൻ ശ്രീകലയെയും കുഞ്ഞിനെയും ഇതിനോടകം ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. സഞ്ചാരം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. വേറെ ആശ്രയമില്ല. അപ്പോൾ ഇവിടെ ഒരമ്മ മാത്രമേ ഉള്ളൂ. അവർക്ക് 2 ആൺമക്കളുണ്ടെങ്കിലും അവരിവിടെ അല്ല സെറ്റിൽഡ്. അവരുടെ ജീവിതങ്ങളൊക്കെ അങ്ങ് കൊല്ലം, എറണാകുളം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ പിന്നെ സഞ്ചാരം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സംരക്ഷണം ഇയാളുടെ അടുത്ത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. നമ്മളെല്ലാം കൂടി പറഞ്ഞു. അപ്പോൾ അയാളൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല, ഞാനത് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ അയാളുടെ സ്ഥലത്തു നിന്ന് വന്ന പിന്നെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു. അയാളും പറഞ്ഞു നമുക്കത് സംസാരിച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. വളരെ സന്തോഷത്തിൽ അയാൾ പറഞ്ഞു, ഞാനിവിടെ നിന്നോളാം, സഞ്ചാരം കഴിയുന്നവരെ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം, നാട്ടുകാരുമായിട്ടൊക്കെ സഹകരിച്ച് പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞാണ് പോയത്. അനാഥമായി പോയ ഒരു ജന്മം. സ്നേഹിക്കാൻ അവൻ അമ്മയില്ല, ലാളിക്കാൻ അച്ഛനുമില്ല. അമ്മ മരണത്തിന് കീഴടങ്ങി, അച്ഛൻ ഉപേക്ഷിച്ചും പോയി. അമ്മൂമ്മയുടെ തണലിൽ അവൻ വളർന്നു. വലിയ ബന്ധമില്ല. അവന് ചിലവനും കൊടുക്കൂല. അവൾക്ക് ഈ ക്യാൻസർ ആയതുകൊണ്ട്, ഈ ക്യാൻസർ എന്ന് അറിഞ്ഞുകൊണ്ട് അവ ചിലവനും കൊടുക്കൂല, വീട്ടിൽ വരക്കവുമില്ല. വർണ്ണൻ വന്നു. രാത്രി 10 മണി കഴിഞ്ഞു കാണും. അയാൾക്ക് കുഞ്ഞിനെ വേണം, ഈ രാത്രിയിൽ തന്നെ കൊണ്ടുപോകണം. കുഞ്ഞിനെ ചൊല്ലി തർക്കമായി. തർക്കം ഒടുവിൽ കയ്യാങ്കളിയിലെത്തി. ഒരു വെല്ലുവിളിയോടെ വർണ്ണൻ വീട് വിട്ടിറങ്ങി. പിന്നെ വന്നത് വർണ്ണനായിരുന്നില്ല, അയാളുടെ കൊലയാളികളായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അനാഥമാക്കപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്കാണ് ഇനി ഞങ്ങൾ ക്യാമറ ചലിപ്പിക്കുന്നത്. 1 വയസ്സായപ്പോഴേക്കും അവന് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. സ്വന്തമോ ബന്ധമോ ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് ഇനി അവൻ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുമായി. കാണാം ദുരന്തപൂർണമായ ആ കാഴ്ച. പാതിരാത്രിയോടെ കൊലയാളികൾ ഇന്ദിരാമ്മയുടെ വീട്ടിലെത്തി. കതക് ചവിട്ടി തുറന്ന് ഒരാക്രമണമായിരുന്നു. ചോരയുടെ രൂക്ഷഗന്ധം ആ വായുവിൽ അലയടിച്ചു. അരുണിനെ കൊന്നു. സഹോദരൻ ഉണ്ണിയെ ജീവച്ഛവമാക്കി.
അനിയൻ ഇതൊക്കെ വഴക്ക് കൊച്ചിനെ എടുത്തും കൊണ്ട് അമ്മരെ കൊണ്ട് കൊടുത്തു. അങ്ങനെ അവൻ കസേര എടുത്ത് അടിച്ചു. അങ്ങനെ ആദ്യത്തെ വഴക്ക്. ആ അടിച്ചിട്ട് രണ്ടാമത് 12 ഒരു മണിയായപ്പം അവൻ്റെ കൂട്ടുകാരന്മാർ വന്നു, 4 പേര് വന്നു അടിച്ചതാ. ആ ഉറക്കത്തിൽ ഒരു മരണം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞും കൊണ്ട് കഥ തുറന്നു അടിച്ചത്. ആദ്യം അവനെ വാരിയിട്ട് അടിച്ചത്, അനിയനെ. വർണ്ണൻ ഏർപ്പെടുത്തിയ വാടക കൊലയാളികൾ അരുണിനെ കൊലപ്പെടുത്തി. സഹോദരൻ ഉണ്ണിയെ മർദ്ദിച്ച് അവശനാക്കി. സഹോദരി ശ്രീകല മരിച്ച് 4 ദിവസം മാത്രം ആയപ്പോഴാണ് സഹോദരൻ അരുണിനെ അക്രമി സംഘം കൊലപ്പെടുത്തിയത്. അക്ഷരാർത്ഥത്തിൽ അനാഥമായി പോയത് ഈ കുരുന്നാണ്. കാരണം ഇവിടെ നിന്ന് ഈ 6,500 പവൻ്റെ ഉരുപ്പടി കൊടുത്തിട്ടുണ്ട്. ഈ പെണ്ണിട്ടത് 1 ലക്ഷം രൂപ പൈസ കൊടുത്തിട്ടുണ്ട്. ആ പൈസ കൊടുത്താണ് അവിടെ ചെറിയൊരു വീട് വെച്ചു. ഇവരുടെ സ്ഥലമുണ്ട്, 4 സെൻറ്റോ 3 സെൻറ്റോ ആണെന്ന് എനിക്ക് വ്യക്തമല്ല, അത്രയ്ക്കുള്ളൂ ഉള്ളൂ. ഞാൻ 1-2 ദിവസം പോയി കൊച്ചിന് സുഖമില്ലായപ്പോഴത്തേക്ക്. അപ്പോൾ ആ വീട്, അപ്പോൾ ഈ കൊച്ചവൻ്റെ കയ്യിലായ പിന്നെ ഇത് കൊടുക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത് മറ്റേത് കൊടുക്കാമെന്ന് അവൻ്റെ കാണൂല. സ്വർണ്ണത്തിൻ്റെ ഒന്നും അവൻ്റെ കാണൂല. എന്നുവെച്ചാൽ കെട്ടുതാലി ഇട്ടുന്ന ഒരു മഞ്ഞ നൂലിലാണ് ഇട്ടിരുന്നത്. ഒരു സ്വർണ്ണം എന്ന് പറഞ്ഞൊരു സാധനമില്ല, താലി മാത്രമേ. താലി എന്ന് വെച്ചാൽ 1 ഗ്രാം ബ്രാഹ്മണ തലയാണ് ഉണ്ടാക്കി വന്ന അക്ഷരമാർക്ക്. അത് 1 ഗ്രാം അതിൽ കൂടുതലില്ല, ചെറിയ താലിയാണ്. ബാക്കി ഈ 6,500 പവൻ്റെ ഉരുപ്പടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അമ്മയുടെയും അമ്മാവന്റെയും ശവകുടീരത്തിനരികിൽ അവൻ കാഴ്ചക്കാരനായി നിന്നു. എന്താണ് മുന്നിൽ കാണുന്നതെന്ന തിരിച്ചറിവ് പോലും ഈ കുരുന്നിനില്ല. തന്റെ പേര് പറഞ്ഞാണ് ഒരു അരുംകൊല അരങ്ങേറിയതെന്ന യാഥാർത്ഥ്യം അവൻ അറിയില്ല. അവൻ അപ്പോഴും കുസൃതികൾ കാട്ടിക്കൊണ്ടേയിരുന്നു. എനിക്ക് ഇഷ്ടമല്ല കൊടുക്കണത്. പിന്നെ ഇതൊക്കെ വന്നുകൊണ്ട് പിന്നെ കൊടുക്കാൻ വെച്ചു. പിന്നെ മോള് മരിച്ചപ്പോൾ ഞാൻ ചോദിച്ച് സഞ്ചയനമൊക്കെ കഴിഞ്ഞിട്ട് മോളെയും കൊണ്ട് എൻ്റെ അനിയത്തിലൂടെ പോവാന്ന് വെച്ചോണ്ടിരുന്നു. അപ്പം ഇത് ഈ ആളുകാർ അവിടെയും ചെല്ലുമെന്ന് എങ്ങനെ അറിയണത്? അതുകൊണ്ട് ഒരു പേടി ഉള്ളിനകത്ത്. സന്ധ്യ ആവുമ്പോൾ ഒരു പേടി തന്നെ, 4 മണിയൊക്കെ ആകുമ്പോൾ പേടി. ലോകം എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഈ കുരുന്നുപ്രായത്തിൽ ഇനി അവൻ മറ്റൊരിടത്ത് വളരും. അവിടെ ബന്ധങ്ങളോ സ്വന്തങ്ങളോ അവനില്ല. ആരൊക്കെയോ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലം അനുഭവിച്ചു തീർക്കാൻ ഇനി ഈ കുരുന്നിന്റെ ജന്മം ബാക്കിയാകുന്നു. പെട്ടെന്നുണ്ടാകുന്ന വികാരാവേശത്താലാണ് പലരും ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്. ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ തങ്ങൾക്കൊരു ജീവിതമുണ്ടെന്നോ തങ്ങളെ കാത്ത് ഒരു കുടുംബമുണ്ടെന്നോ ചിന്തിക്കുന്നില്ല. ഈ സംഭവകഥയിലും അതാണ് സംഭവിച്ചത്. തങ്ങൾ അറിയാതെ തന്നെ ഒരു പറ്റം ചെറുപ്പക്കാർ കൊലയാളികളായി മാറി. ഒരു കുടുംബം തന്നെ അനാഥമാകുകയും ചെയ്തു. ഞങ്ങൾ യാത്രയാവുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.